ഓണം എക്സാമിന് മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയിൽ നിന്ന് ഓരോ യൂണിറ്റിൽ നിന്നും കൃത്യമായിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്നും എത്ര ആക്ടിവിറ്റീസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് മിസ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ നമ്മുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തായാലും ചോദ്യം വരും. അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നഷ്ടമാവാൻ ഇടയാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് വേണം പോകാൻ. നമുക്ക് ഏതെങ്കിലും 6 എണ്ണം എഴുതാന്നുള്ളതല്ല. ഇപ്രാവശ്യം പാറ്റേൺ മാറിയിട്ടുണ്ട്. നമുക്ക് ഓരോ പാഠഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരും. അതിൽ അവസാനത്തെ 5ാമത്തെ 6ാമത്തെയും ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും. പക്ഷെ അതെന്താണ്, നമ്മളെല്ലാം പഠിച്ച ആ പാഠഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ പാഠഭാഗത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എത്ര ആക്ടിവിറ്റീസ് ഓരോ പാഠഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, അപ്പം നിങ്ങൾക്ക് നമ്മുടെ 2 യൂണിറ്റുകളാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്തിരി പൂവേ കുരുന്നു പൂവേ, അതേപോലെ ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം. ഈ ഇത്തിരി പൂവേ കുരുന്നു പൂവ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റർ പഠിക്കാനുണ്ട്. മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, അതേപോലെ ഡേസി ചെടി. ഇനി 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം. ഇതിൽ നിങ്ങൾക്ക് വായുവില്ലാത്ത ലോകം, കടങ്കഥ, നീർനാഗം, ഈ 3 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അങ്ങനെ മൊത്തം 6 ചാപ്റ്റേഴ്സാണ് 2 യൂണിറ്റുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മൊത്തം എത്ര ആക്ടിവിറ്റീസ് ആണ്? നിങ്ങൾക്ക് 6 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. 6 പ്രവർത്തനങ്ങളല്ല, ആക്ച്വലി 8 പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്ക് 6 എണ്ണം എഴുതിയാൽ മതി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവർത്തനം 1, ഒന്നാമത്തെ പ്രവർത്തനം നിങ്ങൾക്ക് വരുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു കവിതയോ അല്ലെങ്കിൽ കഥയോ, പുറത്തുനിന്ന് നിങ്ങൾ പഠിക്കാത്ത ഒരു കഥയോ ഒരു കവിതയുടെ ഭാഗമോ നിങ്ങൾക്ക് തന്നിട്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്കൊരു 4 ചോദ്യങ്ങൾ ചോദിക്കും. ആ 4 ചോദ്യങ്ങളും ഇങ്ങനെ ഓപ്ഷൻസ് ഉള്ളതായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ചോദ്യം 4 ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആ കഥയോ തന്നിട്ടുള്ള കവിതയാണോ, കവിതയെങ്കിൽ കവിത, അത് വായിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്ഷന് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒന്നാമത്തെ പ്രവർത്തനം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ആരും സ്കിപ്പ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ഉത്തരം എടുക്കാൻ വേണ്ടി പറ്റും. ഇനി 2ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 1 ഇത്തിരി പൂവേ കുരുന്നു പോയി എന്ന് പറഞ്ഞ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും അങ്ങോട്ട് നിന്ന് വരിക നിങ്ങൾക്ക്. അത് ചിലപ്പോൾ അനുഭവക്കുറിപ്പായിരിക്കാം, അങ്ങനെയുള്ള കുറിപ്പ് തയ്യാറാക്കൽ, അങ്ങനെ ആസ്വാദന കുറിപ്പോ അങ്ങനെയുള്ള കുറിപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ യൂണിറ്റ് 1 നിന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത പ്രവർത്തനം 3 പറയുന്നതും യൂണിറ്റ് 1 ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാകാം. നിങ്ങൾക്ക് എത്ര ആക്ടിവിറ്റീസ്, ഇപ്പോൾ പത്രവാർത്തയാകാം, ജീവചരിത്രക്കുറിപ്പ്, അതേപോലെ അല്ലാതെ ആസ്വാദനക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, ഡയറി, കത്ത്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പോസ്റ്റർ, നോട്ടീസ് തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ പ്രവർത്തനം 2ഉം 3ഉം യൂണിറ്റ് 1 ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഇനി അടുത്ത പ്രവർത്തനം 4ലേക്ക് നോക്കുകയാണെങ്കിൽ 2ാമത്തെ യൂണിറ്റ് നമ്മുടെ ഒപ്പം ചിരിക്കാം ഓർത്ത് ചിരിക്കാം എന്ന് പറഞ്ഞ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും നമ്മുടെ പ്രവർത്തനം 4ഉം അതേപോലെ പ്രവർത്തനം 5ഉം. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവർത്തനം 5ന് A or B 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 2 ബേസ് ചെയ്തിട്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കഥാപാത്ര നിരൂപണം, ഒരു കത്ത്, ഒരു ഡയറി, അല്ലെങ്കിൽ ഒരു ജീവചരിത്രക്കുറിപ്പ്, ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത അവസാനത്തെ പ്രവർത്തനം 6ാമത്തെ പ്രവർത്തനം A or B 2 ചോയ്സ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ, അതായത് 4ഉം 5ഉം നമ്മുടെ യൂണിറ്റ് 2 ബേസ് ചെയ്തിട്ടാണ്. അവസാനത്തെ ആക്ടിവിറ്റി ചിലപ്പോൾ യൂണിറ്റ് 1 നിന്ന് ചോദിക്കാം, യൂണിറ്റ് 2 നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇവയൊന്നും അല്ലാതെ ജനറൽ ആയിട്ട് നിങ്ങൾ പഠിക്കാത്ത ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥാഭാഗം തന്നിട്ട് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ്, ഇപ്പോൾ 2 കവിതകൾ തന്ന് അവയെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള രീതിയിൽ ഒരു കോമൺ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണയായിട്ട് നമുക്ക് പാഠഭാഗത്ത് ഇവിടെ 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച പാഠഭാഗത്തുനിന്നും അതേപോലെ ഒരെണ്ണം ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എഴുതാൻ ധാരണ കിട്ടിയില്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിച്ച പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ ആ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. 8 ആക്ടിവിറ്റി ഉണ്ട്, അതിൽ 6 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അവസാനത്തെ 2 എണ്ണത്തിന് നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടല്ലോ മക്കളെ. ഇപ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ, ഉത്തരം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു ടെൻഷനും അടിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സൺഡേ നിങ്ങൾക്ക് മാരത്തോൺ ലൈവ് ഉണ്ടാവും. അപ്പോൾ ആ ലൈവിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് സൺഡേത്തെ മാരത്തോണും അതേപോലെ മൺഡേ നിങ്ങൾക്ക് എക്സാമിൻ്റെ രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്ററും ഉണ്ടാവും. അപ്പോൾ ഈ 2 ലൈവിൽ നിങ്ങൾക്ക് എക്സാമിനെ കൃത്യമായിട്ട് എഴുതേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഒരു ടെൻഷനും അടിക്കേണ്ട. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക മക്കളെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇപ്രാവശ്യത്തെ മലയാളം എക്സാം അടിപൊളിയായിട്ട് എഴുതാം.